പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മോഡേൺ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഹെൻറി ഫയോൾ ആണ്. എത്ര പ്രിൻസിപ്പിൾസുകൾ ഉണ്ടായിരുന്നു? 14 പ്രിൻസിപ്പിളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത്. അതിനു മുന്നേ നമുക്ക് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവന്ന നമുക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഫെഡറിക് വിൽസോ ടൈലർ. മറക്കരുത്, നമ്മൾ പഠിച്ചിട്ടുള്ള FW ടൈലർ. ഓക്കെ, 1856 ജനിച്ച് 1915 അദ്ദേഹം എന്ത് ചെയ്തത്? മരിച്ചു പോയിട്ടുള്ളത്. നോക്കേ, USA അദ്ദേഹത്തിന്റെ ജനനം. ക്ലിയർ ആണല്ലോ? നോക്കാം, FW ടൈലർ ഫുൾ ഫോം എന്താണ്? ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫുൾ ഫോം. ചിലർക്ക് FW എന്ന് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ക്ലിയർ? നോക്കാം, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. മറക്കരുത്, സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? FW ടൈലർ ആണ്. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് മെന്റൽ റവല്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മെന്റൽ റവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, FW ടൈലർ ആണ്. അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FW ടൈലർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. മറക്കരുത്, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് ഷോപ്പ് മാനേജ്മെന്റ്. മറക്കരുത് കേട്ടോ. ഷോപ്പ് മാനേജ്മെന്റ് ആരുടെ ബുക്കാണ്? FW ടൈലറിന്റെ ബുക്കാണ്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ഷോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 2 ബുക്കുകൾ ആരുടെയാണ്? FW ടൈലറുടെയാണ്. ഇനി ഫോക്കസ്ഡ് ഓൺ സ്ട്രോങ്ലി ഇൻ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. പ്രധാനമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ മെയിനായിട്ട് ഇദ്ദേഹം ഫോക്കസ് ചെയ്ത് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റിയാണ്. അവിടുത്തെ സാധനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആര്? FW ടൈലർ എന്ന് പറയുന്നത്. ഇനി വർക്ക് ഈസ് വേ ഫ്രം ബോട്ടം ലെവൽ, അതായത് ബോട്ടം ലെവൽ ജോബ്സ് ടു ടോപ്പ് ലെവൽ. അതായത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്? നമ്മുടെ ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെയുള്ള ജോബുകളിൽ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് പറയുന്നത് വർക്ക് ഈസ് വേ ഫ്രം ബോട്ടം ലെവൽ ജോബ് ടു ടോപ്പ് പൊസിഷൻ ജോബ്സ് എന്നാണ് പറയുന്നത്. വിച്ച് ഗേവ് ഈസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇത് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പ്രിൻസിപ്പിൾസിൽ ഉണ്ടാക്കിയത് ബോട്ടം ലെവലിൽ നിന്ന് ടോപ്പ് ലെവൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം സ്റ്റഡികളൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഉണ്ടായത്. മറക്കരുത്, മെന്റൽ റവല്യൂഷൻ മറക്കരുത്. ഷോപ്പ് മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ ബുക്കാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ ബുക്കാണെന്നുള്ളത് മറക്കരുത്. ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് നോൺ ആസ് FW ടൈലർ. ഫുൾ ഫോം എന്താടാ? ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫുൾ ഫോം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം, ലോഞ്ച്ഡ് സയന്റിഫിക് മാനേജ്മെന്റ്. അദ്ദേഹം സയന്റിഫിക് മാനേജ്മെന്റ് ലോഞ്ച് ചെയ്ത വർഷം 1910 അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ ഹീസ് ഡെവലപ്ഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. മറക്കരുത്, ആരാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FW ടൈലർ ആണ്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഐഡിയ ആണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആരുടെ ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, FW ടൈലറുടെയാണ്. ഓക്കെ, 2 കാര്യങ്ങൾ. ഒന്ന്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് FW ടൈലർ ആണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് FW ടൈലർ ആണ്. ഇനി അദ്ദേഹത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്, നോക്കാം. സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ്, എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇൻ ദി ബെസ്റ്റ് ആൻഡ് ദി ചീപ്പസ്റ്റ് വേ എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്താണ് ഒരു മനുഷ്യൻ, ഒരു മെൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ചെയ്യേണ്ട കാര്യം ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ ചെയ്തു തീർക്കുകയും ചെയ്യുകയാണ് എന്തിൽ പറയണത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. മറക്കരുത്, എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുക, നോ ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ അത് ചെയ്തു തീർക്കുക. ഇതാണ് എന്തിൽ ഫോക്കസ് ചെയ്തത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്. ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല. ആരാ പറഞ്ഞത്? FW ടൈലർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. നോക്കാം, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, സയൻസ് നോട്ട് റൂൾ തമ്പ്. എന്താ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നാണ് പറയുന്നത്. ടൈലർ ഒപ്പോസിറ്റ് ട്രഡീഷണൽ റൂൾ ഓഫ് തമ്പ് മെത്തേഡ്. അതായത്
ഇല്ലേ, നമ്മൾ ചില കമ്പനികളൊക്കെ ഉണ്ട് ട്രഡീഷണൽ ആയിട്ട് എന്ത് കാര്യങ്ങളാണോ ചെയ്തുകൊണ്ട് വരുന്നത് അതേ കാര്യങ്ങൾ തന്നെ പിന്നെയും എന്ത് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക. ചില ഓർഗനൈസേഷൻസുകളൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ പാടില്ല. എന്ത് ചെയ്യണം, കാലം പോകുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്ന് നമ്മൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതാണ് പറയുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലർ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്തു. ട്രഡീഷണൽ റൂൾ ഓഫ് തമ്പ് മെത്തേഡ്സിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. സജസ്റ്റഡ് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സജസ്റ്റ് ചെയ്തു ദാറ്റ് സയൻറ്റിഫിക് മെത്തേഡ് ഷുഡ് ബി റീപ്ലേസ് ഗസ് വർക്ക് അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക് ഫോർ ആക്യുറസി ആൻഡ് എഫിഷ്യൻസി. അതായത് ഓരോ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യണടാ, യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് മാത്രം ഇങ്ങനെ ചെയ്തു പോവാതെ എല്ലാ സ്റ്റേജിലും എവറി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യണടാ, സയൻറ്റിഫിക് മെത്തേഡുകൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. ഏത് പ്രിൻസിപ്പിളിലാണ് അദ്ദേഹം പറഞ്ഞത്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് ആണ്. ആ ഒരു പ്രിൻസിപ്പിൾ വഴി അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ? നെക്സ്റ്റ്, ഹാർമണി നോട്ട് ഡിസ്കേർഡ്. ഹാർമണി നോട്ട് ഡിസ്കേർഡ് എന്ന് പറഞ്ഞു. സ്ട്രെസ് ദി നീഡ് ഫോർ ദി കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. ടു അച്ചീവ് ദിസ് ബോത്ത് സൈഡ് മസ്റ്റ് ബി അണ്ടർഗോ എ മെന്റൽ റെവല്യൂഷൻ ബൈ ചേഞ്ചിങ് ദെയർ ആറ്റിറ്റ്യൂഡ്. ഇവിടെ പറഞ്ഞ എന്താ വെച്ചാൽ മാനേജർ എംപ്ലോയി എന്നുള്ള ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണടാ, ഒരുമിച്ച് നിന്ന് കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത്, നമ്മൾ ഐക്യമത്യ മഹാബലം എന്നൊക്കെ പറഞ്ഞ എൻട്രി ഫയൽ പ്രിൻസിപ്പിൾ പഠിച്ചില്ല, അതുപോലെ ഇവരെന്ത് ചെയ്യണം, ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്നുണ്ടായിരിക്കും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇതിനെയാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു മെന്റൽ റെവല്യൂഷൻ ആരുടെ കോൺസെപ്റ്റ് ആണ്, FW ടൈലറിന്റെ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാടാ, ഏത് പ്രിൻസിപ്പിളിലാണ് FW ടൈലർ മെന്റൽ റെവല്യൂഷൻ കൊണ്ടുവന്നത്? ഏതിലാടാ? ഹാർമോണി നോട്ട് ഡിസ്കേർഡ് ആണ്. ഹാർമോണി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ടായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാർമോണി നോട്ട് ഡിസ്കേർഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് എന്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, മെന്റൽ റെവല്യൂഷൻ. അല്ലേ, പണ്ടെന്നൊക്കെ പറയുമ്പോൾ മാനേജർ എംപ്ലോയീസ് അടിമകളാണ്, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ. അത് മാറണം, ആ മെന്റാലിറ്റി മാറി പുതിയ റെവല്യൂഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ മെന്റൽ റെവല്യൂഷൻ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, പ്രിൻസിപ്പിൾ രണ്ടാമത്തെ എന്തായിരുന്നു, ഹാർമണി നോട്ട് ഡിസ്കേർഡ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ആയിരുന്നു. സോ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ പ്രിൻസിപ്പിളിലാണ് അവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? മറ്റേത് എല്ലാ സ്റ്റേജസുകളിലും എന്ത് ചെയ്യണം, സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കണം. രണ്ടാമത്തേത് പറഞ്ഞാൽ മെന്റൽ റെവല്യൂഷൻ കൊണ്ടുവരണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നോക്കാം, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. നമ്മൾ മുന്നേ പഠിച്ച പ്രിൻസിപ്പിളുമായിട്ട് കണക്ഷൻ ഉണ്ട്. എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് നിൽക്കണം. അവിടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എക്സ്റ്റെൻഡ് ഫ്രം ദി പ്രിൻസിപ്പിൾ ഹാർമണി എംബസൈസ്ഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് ഐസൊലേഷൻ. വർക്കിംഗ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്ത് നിർത്താതെ അവരെ മാനേജ്മെൻറ്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരായിട്ടുള്ളൊരു പ്രോപ്പർ ബന്ധം, ഒരു കോപ്പറേഷൻ നിലനിർത്തിയിട്ട് വേണം ഓർഗനൈസേഷൻ കൊണ്ടുപോകാനായിട്ട്. അതും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. ബോത്ത് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡ് ദേ ഡിപ്പെൻഡ് ഓൺ ഈച്ച്. അതായത് രണ്ടുപേർക്ക് മനസ്സിലാവണം, മാനേജർക്ക് മനസ്സിലാവണം മാനേജർ നിലനിൽക്കുന്നത് എംപ്ലോയി ഉള്ളത് കൊണ്ടാണ്, എംപ്ലോയിയുടെ മനസ്സിലുണ്ടായിരിക്കണം എംപ്ലോയി ഇവിടെ നിലനിൽക്കുന്നത് മാനേജറിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അപ്പം രണ്ടുപേരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും പോകണം എന്നാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ദി മാക്സിമം എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. എന്ത് ചെയ്യണം, ഓരോ ആൾക്കാരും മാക്സിമം അവൻ്റെ എഫേർട്ട് യൂസ് ചെയ്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്. നോക്കാം, ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഡിപ്പെൻഡ് ഓൺ ദി കാപ്പബിലിറ്റി ഓഫ് വർക്കേഴ്സ്. അല്ലേ, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് എന്താണ്, അവിടുത്തെ ജോലിക്കാരുടെ കാപ്പബിലിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, വർക്കേഴ്സ് ഷുഡ് ബി സയന്റിഫിക്കലി സെലക്ടഡ്. വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ, സയന്റിഫിക്കലി ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ അസൈൻഡ് ടാസ്ക് ദാറ്റ് സ്യൂട്ട് ദെയർ ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ജോലി, ഇപ്പോൾ ചുമടറക്കുന്ന ജോലിക്കാണ് ആളെ വിളിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടാണോ നമ്മൾ എംപ്ലോയീസിനെ എടുക്കുക? ഇല്ല, അവൻ്റെ ആരോഗ്യം ശക്തി മാത്രം അവിടെ കൺസിഡർ ചെയ്ത് എടുത്താൽ മതി അല്ലേ. പക്ഷേ ഒരു അക്കൗണ്ടന്റ് ജോലിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാലി പഠിച്ചിട്ടുണ്ടോ, BCom പഠിച്ചിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ അറിയോ, ഈ കാര്യമൊക്കെ നോക്കിയിട്ട് വേണം അവിടെ എടുക്കാനായിട്ട്. അതാണ് പറയുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ വേണം എംപ്ലോയീസിനെ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇനി പറയുകയാണ് എംപ്ലോയീസ് മസ്റ്റ് ബി ട്രെയിൻഡ്. എംപ്ലോയീസിന് എന്ത് കൊടുക്കണടാ, കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാൽ മതിയില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഇനി എൻഷുർ ദ ഹയസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദി ബോത്ത്
വർക്കേഴ്സ് ആൻഡ് മാനേജ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസ്പെരിറ്റി, അതായത് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന് അത്രയും കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രധാനമായിട്ട് FW ടൈലർ പറയണത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എന്തെന്ന് പറഞ്ഞു, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. മറക്കരുത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അല്ലെ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇത് രണ്ടും, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വേറെയാണ്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ വേറെയാണ്. അത് രണ്ടും ആരുടെ കോൺട്രിബ്യൂഷനാണ്, FW ടൈലറുടെ കോൺട്രിബ്യൂഷനാണ്. നമുക്ക് നോക്കാം എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓർഗനൈസേഷന് രണ്ടാക്കി തരം തിരിച്ചുകൂടാ. ഒന്ന് പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറി മാനേജേഴ്സിനെ, ഒരു വലിയൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തരം തിരിച്ചിരിക്കുകയാണ്. ഒരു പ്ലാനിങ് ഇൻചാർജും വേണം, പ്രൊഡക്ഷൻ ഇൻചാർജും വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അവരെ 8 ആൾക്കാർ എന്ത് ചെയ്യണം, അവരെ ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് FW ടൈലർ പറഞ്ഞത്. ഒരു 8 മേഖലയിലുള്ള ആൾക്കാർ അവരെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനെ തന്നെ അദ്ദേഹം രണ്ടാക്കി. ഒന്ന് പ്ലാനിങ് ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കണം, പ്രൊഡക്ഷൻ ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കണം. പ്ലാനിങ് ഇൻചാർജിലാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. അപ്പോൾ ഈ 4 എണ്ണം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഇത് 4 എണ്ണത്തിന് വിളിക്കുന്നതാണ് പ്ലാനിങ് ഇൻചാർജിലാണ് വരിക. മറക്കരുത്, പ്ലാനിങ് ഇൻചാർജിലാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ വരുന്നത്. ഇനി പ്രൊഡക്ഷൻ ഇൻചാർജിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇത്രയും പേരാണ് ഇതിൽ വരുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ ഇൻചാർജിൽ വരുന്നത്. മറക്കരുതെന്ന് പറഞ്ഞേ, സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ 8 ആൾക്കാർ എന്ത് ചെയ്യണം, ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നോക്കാനൊക്കെ വേണം എന്നുള്ളതാണ് ആര് പറഞ്ഞത്, FW ടൈലർ പറഞ്ഞത്. ഏത് കോൺസെപ്റ്റിലൂടെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. പ്ലാനിങ് ഇൻചാർജ്, നമ്മൾ ആദ്യം പഠിച്ച പ്ലാനിങ് ഇൻചാർജിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, റൂട്ട് ക്ലർക്കിൻ്റെ ജോലി എന്താ, റൂട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് അതോട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഡിറ്റർമിൻ ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ഓരോ ഓപ്പറേഷൻസിനെയും സീക്വൻസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പ്രവചിച്ച് അത് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസിന് കൊടുക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുക. അതാണ് റൂട്ട് ക്ലർക്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. അത് പറയുന്നത് ഡിറ്റർമിൻ ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഡിസൈഡ് ദി പാത്ത് ഓഫ് റൂട്ട്. അതുപോലെ തന്നെ ആ റൂട്ടിൻ്റെ പാത്ത് എങ്ങനെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ടു ബി ഫോളോഡ് ബൈ ആൻഡ് കംപ്ലീറ്റിങ് അതായത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് എങ്ങനെയൊക്കെയാണ് ചെയ്ത് തീർക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ആരുടെ ജോലി, റൂട്ട് ക്ലർക്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്ത ആളാടാ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. എന്തായിരിക്കും, പേരിൽ തന്നെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ. ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ പ്രിപ്പയർ ചെയ്യുക. റിഗാർഡിങ് എന്തിനെ പറ്റിയിട്ടൊക്കെ, വാരിയസ് ആസ്പെക്ട് ഓഫ് ദി ജോബ് സച്ച് എസ് എ മെഷീൻ. അപ്പോൾ നമ്മളൊരു ഫാക്ടറിയിൽ ഒരു ജോലി ചെയ്യാന്ന് വെച്ചാൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം, അല്ല അതിന് ഏതൊക്കെ മെത്തേഡുകൾ ഏതൊക്കെ ടെക്നിക്കായി യൂസ് ചെയ്യണം എന്നൊക്കെ അറിയണം. സോ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസുകൾ ആർക്ക് കൊടുക്കുക, എംപ്ലോയീസിന് കൊടുക്കുക. അതിൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യലാണ് ആരുടെ ജോലി, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ ജോലി. അപ്പോൾ 2 എണ്ണം നമ്മൾ പഠിച്ചു. ഏതിൽ വരുന്നതാടാ, പ്ലാനിങ് ഇൻചാർജിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് റൂട്ട് ക്ലർക്ക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. നെക്സ്റ്റ് നോക്കാം, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്താ, റെക്കോർഡ് ദി ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ഈച്ച് ടാസ്ക് ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഇൻവോൾവ് ഇൻ പെർഫോമിങ് ദി വർക്ക് എന്നുള്ളതാണ് പറയണത്. അപ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ ടൈം, അതായത് ഒരു എംപ്ലോയീസിന് എത്ര റെക്കോർഡ് ദി ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ഈച്ച് ടാസ്ക്, ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഇൻവോൾവ് ദി പെർഫോമിങ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടൈം വെച്ചിട്ടായിരിക്കണം എത്ര ചിലവ് വരും, കോസ്റ്റ് വരും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ടൈം രേഖപ്പെടുത്തി വെക്കുന്നതിനും അതിൻ്റെ ചിലവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് അവരുടെ ജോലിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് ഡിസിപ്ലിനറിയൻ. എന്താ ഡിസിപ്ലിനറിയൻ എന്നൊരു ജോലി എന്താ, എൻഷുർ ദാറ്റ് എവറി ടാസ്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദി ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ മാനർ. അവർ കൊടുത്തിട്ടുള്ള എംപ്ലോയീസ് കൊടുത്തിട്ടുള്ള ജോലികളൊക്കെ വെൽ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുന്നുണ്ടോ, ആ ഓർഡറിൽ തന്നെ ചെയ്യുന്നുണ്ടോ നോക്കലാണ് ആര്, ഡിസിപ്ലിനറിയൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു
ഏതൊക്കെ പഠിച്ചത്? ഫസ്റ്റ് പഠിച്ചത് പ്ലാനിങ് ഇൻചാർജിൽ ആരൊക്കെ ഉണ്ട്? റൂട്ട് ക്ലർക്ക് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഉണ്ട്, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ട്, നെക്സ്റ്റ് ഡിസിപ്ലിനറി ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്തു? പഠിച്ചു. ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ ഇൻചാർജിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഗാങ് ബോസ്. ഗാങ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കണം. റെസ്പോൺസിബിൾ ഫോർ അറേഞ്ചിങ് മെഷീൻസ്, ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദി ജോബ്. ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, മെഷീനറീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ആരുടെ ജോലിയാണ്? നമ്മുടെ ഗാങ് ബോസിന്റെ ജോലിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഗാങ് ആയിട്ട് വരുന്ന ഗാങ്ങിലെ ബോസ് എന്നൊക്കെ ആലോചിക്കുക. അവരെന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എൻഷുർ ദി വർക്കേഴ്സ് പെർഫോം ദെയർ ടാസ്ക് അറ്റ് ദി പ്രിസ്ക്രൈബ്ഡ് ഓർ സ്റ്റാൻഡേർഡ്. നമുക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഒരു സ്റ്റാൻഡേർഡ് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈമിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതാണ് ആരുടെ ജോലി? നമ്മുടെ സ്പീഡ് ബോസിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പം മറക്കരുത്, സ്പീഡ് ബോസ് എന്താണ് ചെയ്യുന്നത്? എൻഷുർ ദാറ്റ് വർക്കേഴ്സ് പെർഫോം ടാസ്ക് അറ്റ് ദി പ്രിസ്ക്രൈബ്ഡ് ഓർ സ്റ്റാൻഡേർഡ് സ്പീഡിൽ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. ഓക്കെ. നെക്സ്റ്റ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ ചെയ്യുന്നത് എന്താണ്? ചെക്ക് ആൻഡ് മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഔട്ട്പുട്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, അല്ല, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യുന്ന ആളാണ്, അല്ല, ഫുഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? നമ്മുടെ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആളുടെ ജോലിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് റിപ്പയർ ബോസ്. റിപ്പയർ ബോസ് എന്താ ചെയ്യുന്നത്? ലുക്ക് ആഫ്റ്റർ ദി മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഷീനറി ടു എൻഷുർ സ്മൂത്ത് ഓപ്പറേഷൻ. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മെഷീനറിയും കാര്യങ്ങളൊക്കെ കുറേ വർക്ക് ചെയ്യുമ്പോൾ കേടും കാര്യങ്ങളൊക്കെ വരില്ലേ? സോ അതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലിയാണ് ആര് ചെയ്യേണ്ടത്? റിപ്പയർ ബോസ് എന്ന് പറയുന്നത്. അപ്പം ഈ 4 പേര്, 1 2 3 4, ഈ 4 പേരാണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് ഗാങ് ബോസ്, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, റിപ്പയർ ബോസ്. അതുപോലെ നമ്മൾ മുന്നേ പഠിച്ചത് എന്താണ്? ആരൊക്കെ ഉണ്ടായിരുന്നു? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ ക്ലർക്ക് ഉണ്ടായിരുന്നു, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ടായിരുന്നു, ഡിസിപ്ലിനറിയൻ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ്? അതിൻ്റെ ഉള്ളിൽ വരുന്ന 8 ആൾക്കാർ ആരാണ്? അവരെന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് വ്യക്തമായ രീതിയിൽ മനസ്സിലായില്ലേ? എന്തായാലും 1 മാർക്ക് ഉറപ്പിച്ചോ. ഇത് അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് എന്ത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വഴി നമ്മൾ പഠിച്ച ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ. ഓക്കെ. രണ്ടാമത് നോക്കാം സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അടുത്ത ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് പറയണത്? സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ FW ടൈലർ നമ്മൾ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട സയന്റിഫിക് ടെക്നിക്കുകൾ ഏതൊക്കെ? ആരാ കോൺട്രിബ്യൂട്ട് ചെയ്തത്? FW ടൈലർ. അതിൽ ആദ്യത്തെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. പ്ലാനിങ് ഇൻചാർജ്, പ്രൊഡക്ഷൻ ഇൻചാർജിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ആൾക്കാരെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. എന്താ നോക്കാം. സ്റ്റാൻഡേർഡൈസേഷൻ ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് ഓർ ബെഞ്ച് മാർക്ക് ഫോർ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് എന്താ റോ മെറ്റീരിയൽസ്, മെഷീൻസ്, മെത്തേഡ്സുകളിൽ, പ്രോസസ്സുകളിൽ, എല്ലാ പ്രൊഡക്റ്റുകളിലും ഓർഗനൈസേഷൻ എന്ത് ചെയ്യണടാ? ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. ദി സ്റ്റാൻഡേർഡ് സർവീസ് എ ഗൈഡ് ലൈൻ ദാറ്റ് മസ്റ്റ് ബി ഫോളോ ഡ്യൂറിംഗ് ദി പ്രൊഡക്ഷൻ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യണം? പക്കയായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ സമയത്ത് എന്ത് ചെയ്യണം? ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിളസ്റ്റ് വേയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ മീൻസ് എന്താ? എയിംസ് അറ്റ് റെഡ്യൂസിങ് അൺനെസസറി വാരിയേറ്റി. അതായത് അൺനെസസറി ആയിട്ടുള്ള വാരിയേഷൻസുകളൊക്കെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തുകൊണ്ട് സിംപിളസ്റ്റ് ആയിട്ടുള്ള വേയിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്കും കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. of production, thereby savings labor, machinery time and tool cost ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ സിംപ്ലിഫിക്കേഷൻ വഴി വേണം, നമ്മൾ സിമ്പിളായിട്ട് വേണം ആ വർക്ക് എന്ത് ചെയ്യാനായിട്ട് ചെയ്ത് തീർക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സയന്റിഫിക് ടെക്നിക്ക് എന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം, സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടെ പ്രൊഡക്ഷൻ ചെയ്യണം, സിമ്പിളായിട്ടുള്ള രീതിയിലായിരിക്കണം എഫിഷ്യൻ്റ് ആയിട്ട് അവിടെ വർക്ക് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ.
അടുത്താണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത സയന്റിഫിക് മെത്തേഡാണ് മെത്തേഡ് സ്റ്റഡി. ദ പർപ്പസ് ഓഫ് ദി മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ദി വൺ ബെസ്റ്റ് വേ ടു പെർഫോം ജോബ്. അതായത് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറേ മെത്തേഡുകൾ ഉണ്ടായിരിക്കും, കുറേ വഴികളുണ്ടായിരിക്കും ആ ഒരു കാര്യം നമുക്ക് ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതിൽ ആ കുറേ മെത്തേഡുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യണം എന്നാണ് പറയണത്, സെലക്ട് ചെയ്യണം എന്നാണ് ഇതിൽ പറയണത്, ഈ സയന്റിഫിക് മെത്തേഡിൽ പറയുന്നത്. ദ പർപ്പസ് ഓഫ് ദിസ് മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ഔട്ട് ദി വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ജോബ്. നമ്മളൊരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് ഏതാണോ അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ഗോൾ ഈസ് ടു എന്താ, ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താടാ, മിനിമൈസ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക, മാക്സിമൈസ് ദി ക്വാളിറ്റി ആൻഡ് എൻഹാൻസ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അടിപൊളി മെത്തേഡുകൾ സെലക്ട് ചെയ്യുക, സിമ്പിൾസ്റ്റ് ആയിട്ടുള്ള, കോസ്റ്റ് കുറച്ചുകൊണ്ട് ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ സയന്റിഫിക് മെത്തേഡിൽ പ്രധാനമായിട്ട് പറയുന്നത്. ക്ലിയർ? അടുത്തതാണ് മോഷൻ സ്റ്റഡി. എന്താ മോഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് എന്നാണ് അർത്ഥം. മോഷൻ സ്റ്റഡീസ് ഇൻവോൾവ് എക്സാമിങ് ദി മൂവ്മെന്റ് ഓഫ് എന്തിൻ്റെയൊക്കെ, മെൻ, മെറ്റീരിയൽ, മെഷീനറി, ഇതിൻ്റെയൊക്കെ മൂവ്മെന്റുകളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. വൈൽ പെർഫോമിങ് എ സ്പെസിഫിക് ടാസ്ക് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു എലിമിനേറ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതിൻ്റെ മൂവ്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ എലിമിനേറ്റ് ദ അൺനെസസറി, അതായത് ആവശ്യമില്ലാത്ത മൂവ്മെന്റ്സുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയണത്. ഓക്കെ, ഓരോരുത്തർ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. സോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. മെറ്റീരിയൽസ്, മെന്ന്, ഇതിൻ്റെ ഒക്കെ ആ മൂവ്മെന്റ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ പറയാണ്, മെറ്റീരിയൽസ് അത് കറക്റ്റായിട്ട് തീരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടേ. കാരണം അത് തീരുന്നതിനനുസരിച്ചിട്ട് പുതിയ മെറ്റീരിയൽസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. പിന്നെ ആൾക്കാർ ലീവ് ഉണ്ടെന്നുണ്ടായിരിക്കും. മെന്നിന് എങ്ങനെയാണ്, ആൾക്ക് 10 ദിവസത്തേക്ക് ഒരാൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ പകരം വേറൊരു എംപ്ലോയീസിനെ നമ്മൾ അവിടെ കയറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഷൻ സ്റ്റഡി എന്നുള്ള രീതി അണ്ടറിലാണ് അവിടെ വരുന്നത്. സോ 4 മെത്തേഡ് പഠിച്ചു. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, പിന്നെ എന്താ മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്താണെന്നുള്ള നമ്മൾ പഠിച്ചു. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ വർക്ക് എന്ന് പറയുന്ന 4 സയന്റിഫിക് മെത്തേഡുകൾ പഠിച്ചു. ഇനി ടൈം സ്റ്റഡി ഉണ്ട്. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ടൈം സ്റ്റഡി ഡിറ്റർമൈൻ ദി സ്റ്റാൻഡേർഡ്, നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ ആ സ്റ്റാൻഡേർഡ് ടൈം വെച്ചിട്ട് ഓരോ എംപ്ലോയും എത്ര ടൈമിലാണ് വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. നോക്കാം. ടൈം സ്റ്റഡി ഡിറ്റർമൈൻ ദി സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ defined task. It aims to include identify the number of workers needed. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര ടൈം വേണം എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യണം. കാരണം ആ ടൈമിനനുസരിച്ചായിരിക്കും ഇവിടെ നമ്മൾ ആരെ സെലക്ട് ചെയ്യാം, എംപ്ലോയീസിന്. ഇപ്പോൾ 10 മണിക്കൂർ, ഒരു ദിവസം ഒരു 100 മണിക്കൂർ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം. എന്നാൽ 10 മണിക്കൂർ ജോലിയുള്ള വെച്ചെങ്കിൽ നമുക്ക് അവിടെ 1-2 എംപ്ലോയീസ് നമുക്ക് മതിയാവും. സോ അതാണ് ടൈം സ്റ്റഡിയിൽ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ എംപ്ലോയീസിന് നമ്മൾ എന്തൊക്കെ കൊടുക്കാനായിട്ടിടാം, ഇൻസെൻറ്റീവ് കൊടുക്കുക, അഡീഷണൽ എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം. കാരണം എംപ്ലോയീസ് എന്ത് ചെയ്യണം, 8 മണിക്കൂർ ചെയ്യേണ്ട ജോലി 12 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റുകൾ കൊടുക്കണം. അപ്പോൾ ഒരു എംപ്ലോയി ചെയ്യുന്ന ടൈം എത്രയാണ് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ടൈമുകളെ പറ്റി പഠിക്കുന്ന സ്റ്റഡീനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഫെറ്റിക് സ്റ്റഡി. എന്താ ഫെറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് മനുഷ്യന്മാരല്ലേ, റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ. സോ ഫെറ്റിക് സ്റ്റഡി സീക്സ് ടു ഐഡന്റിഫൈ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻട്രവൽസ്. ഓരോ ജോലിയിലും റെസ്റ്റ് ഇൻട്രവൽസ്, ഇപ്പോൾ ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ റെസ്റ്റ് ഇൻട്രവൽസ് ഉണ്ടല്ലോ. സോ അതിനെ പറ്റിയിട്ട് പഠിക്കുക. അവർക്ക് എത്ര ടൈം അത് കൊടുക്കണം, എത്ര ആ കറക്റ്റ് ടൈമിൽ എല്ലാവരും എടുക്കുന്നുണ്ടോ, കൂടുതൽ ആരെങ്കിലും എടുക്കുന്നുണ്ടോ. സോ ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ നോക്കുന്ന സ്റ്റഡീനാണെന്ന് പറയുന്നത് ഫെറ്റിക് സ്റ്റഡി എന്നുള്ളത് പറയുന്നത്. പ്രൊവൈഡിങ് പ്രോപ്പർ റെസ്റ്റ് പീരീഡ്സ് ഹെൽപ്സ് ടു, അല്ലേ, പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് സഹായിക്കുന്നത്, റെഡ്യൂസ് വർക്കേഴ്സ് ഫെറ്റേജ് ആൻഡ് ഇൻക്രീസ് ദി ഓവറോൾ പ്രൊഡക്ഷൻ. ആൾക്കാർക്ക് റെസ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് പ്രൊഡക്ഷൻ, പിന്നെ അവർ ആ ഒരു എനർജിയിൽ പിന്നെ വരുമ്പോൾ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇനി ഒരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാ, FW ടൈലർ ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്, ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് വേജ് പേയ്മെന്റ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് പേയ്മെന്റ് ഒരു മെത്തേഡാണ്. ഡെവലപ്ഡ് ബൈ ആരാണ്, ടൈലർ ആണ്. അണ്ടർ ദിസ് സിസ്റ്റം എഫിഷ്യന്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് ഹയർ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, എഫിഷ്യൻ്റ് ആയിട്ട് നന്നായി പണിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വലിയ സാലറി കിട്ടും. എന്നാൽ നമ്മൾ ഉഡായ്പ പഠിച്ച് പണിയെടുത്താൽ നമുക്ക് സാലറി കുറച്ച് കിട്ടും. സോ അതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് ശമ്പളം ഫിക്സ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. അപ്പോൾ ശമ്പളം കൂടുതൽ കിട്ടും, കുറേ സമയം പണിയെടുത്താൽ ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ പണിയെടുത്ത് തുടങ്ങും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ ടൈലറിൻ്റെ ബുദ്ധിയില്ലേ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അണ്ടർ ദി സിസ്റ്റം എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് higher rate, which less efficient workers received lower rate ആയിരിക്കും. It encourages efficiency and rewarding high performers and
പെനലൈസിങ് സ്ലോവർ വർക്കേഴ്സ്. അതായത് നന്നായിട്ട് പണിയെടുക്കുന്നവർക്ക് എന്താ ഭയങ്കര എൻകറേജ്മെൻറ്റും കാര്യങ്ങളാണ്, ലോവറായിട്ട് പണിയെടുക്കുന്നവർക്ക് അത് ഭയങ്കര കഷ്ടപ്പാടാണ്, ശമ്പളമൊക്കെ കുറച്ച് കിട്ടുള്ളൂ. സോ ഈ ഒരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? FW ടൈലറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെ പഠിച്ചു? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. FW ടൈലറാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത് പഠിച്ചു. അതുപോലെ എന്തൊക്കെ പ്രിൻസിപ്പിൾസുകൾ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സയൻറ്റിഫിക് മെത്തേഡുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് നമ്മളൊരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അദ്ദേഹത്തിനെയാണെന്ന് പഠിച്ചു. അപ്പോൾ മറക്കരുത്, മെൻ്റൽ റെവല്യൂഷൻ ആരുടെയാണ്? FW ടൈലറാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആരാണ്? FW ടൈലറുടെയാണ്. പിന്നെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആരുടെയാണ്? FW ടൈലറുടെയാണ്. ഇത്രയും പോയിന്റുകളൊക്കെ നിങ്ങളിങ്ങനെ കണക്ട് ചെയ്തിട്ട് വെച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മളോടൊപ്പം നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.